പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവായ യേശു ക്രിസ്തു അവന്റെ സ്നേഹവലയത്തിലേക്ക് ഈ സൈമനായ എന്നെ എങ്ങനെയാണ് കൊണ്ടുവന്നത്? ഞാൻ എങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അവന്റെ സ്നേഹവലയത്തിലേക്ക് വന്ന് അവന്റെ നാമം പ്രഘോഷിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. എൻ്റെ യൗവനകാലത്ത് എനിക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു അറിവുമില്ല. ഞാൻ പാരമ്പര്യമായി പുരാതന ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചും വളർന്നു വന്ന ഞാൻ യേശു ക്രിസ്തുവിനെ ഒരു ചരിത്ര പുരുഷനായി മാത്രം കരുതി. വർഷത്തിൽ അപൂർവങ്ങളായി വിശുദ്ധ കുർബാനയ്ക്ക് പോയിരുന്ന ഞാൻ കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ പുറത്തു പോയിരുന്ന ഞാൻ, അതുപോലെ വിശുദ്ധ വചനം വായിക്കാൻ വിസ്മതിച്ച ഞാൻ, യേശു ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കാതെ ലോകത്തിന്റെ പിന്നാലെ യവനത്തിന്റെ ഊഷ്മളതയിൽ സഞ്ചരിച്ച വ്യക്തി, നിരീശ്വരവാദവും യുക്തിവാദവും അതുപോലെ ബുദ്ധിപൂർവമായ ചിന്താഗതികളുമായി നടന്നവൻ, ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം പേറി നടന്നവൻ. അങ്ങനെയുള്ള എന്നെ, ദൈവവുമായി അകന്നു കഴിയുന്ന, ദൈവവുമായി ഒരു ബന്ധമില്ലാത്ത എന്നെ ദൈവം എങ്ങനെയാണ് സ്നേഹിച്ചത്? എന്റെ 21-ാമത്തെ വയസ്സിൽ എന്റെ വിരലുകൾ മടങ്ങാതെ, എന്റെ കൈകാലുകളെല്ലാം തരിപ്പായി, കൈകാലുകളെല്ലാം നിവർന്നു നിൽക്കാനോ മടങ്ങാനോ പറ്റാത്ത വിധം എന്നെ ബാധിച്ച ഗൗട്ട്, സന്ധിവാദം, ജോയിൻസ് മുഴുവൻ നീര് വരിക, കൈ പൊക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല. അങ്ങനെ അതികഠിനമായ വേദനകൾ, ഒരു തീച്ചൂളയിൽ വെന്തുരുകുന്നത് പോലെയുള്ള അതിഭയങ്കരമായ വേദനകൾ. അതിന്റെ നീണ്ട 8 വർഷങ്ങൾ ഞാൻ അനുഭവിച്ചു. സകല ചികിത്സകളും നടത്തി. ഇതിന്റെ അവസാന സ്റ്റേജിലേക്ക് വരുമ്പോൾ ഞാൻ ഒഴിക്കുന്ന മൂത്രത്തിന് രക്തത്തിന്റെ നിറം. ഞാൻ ചോറ് കഴിച്ചിട്ട് വർഷങ്ങളായി. കാരണം ചോറ് കഴിക്കുമ്പോൾ ഈ ഇറങ്ങുന്ന ഭാഗത്ത് ശക്തമായ വേദന, ശരീരം മുഴുവൻ നീർക്കെട്ട്, വയറെല്ലാം ഒരു ഗർഭിണിയെ പോലെ ആയിരിക്കുന്ന ഒരവസ്ഥ, നട്ടെല്ലാം പഴുത്ത മാമ്പഴം പോലെയുള്ള അവസ്ഥ. അതിന്റെ അവസാന സ്റ്റേജുകൾ 1 വർഷക്കാലം ഒരു ഡിപ്രഷനെ പോലെയായി. ധാരാളം ഉറങ്ങാനുള്ള മരുന്നുകൾ കഴിച്ചു. മരിച്ചാൽ മതി എന്ന് ചിന്തിച്ചു. ഈ ഘട്ടങ്ങളിൽ ഞാൻ ചെയ്യാത്ത ചികിത്സകളില്ല. അലോപ്പതി, ആയുർവേദം, നാച്ചുറോപ്പതി, അക്യുപങ്ക്ചർ ഇന്ന് വേണ്ടുന്ന ഈ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ ചികിത്സാ രീതികളും എല്ലാ ഡോക്ടർമാരും അവരെ സമീപിച്ചു. അവരൊക്കെ കൈമലർത്തി. വേദനസംഹാരി ഗുളിക തന്നാൽ അല്പസമയം ആശ്വാസം കിട്ടും. കിടക്കാൻ പറ്റില്ല, നിവർന്ന് കിടക്കാൻ പറ്റില്ല, ചരിഞ്ഞു കിടക്കാൻ പറ്റില്ല. അവസാന സ്റ്റേജിലെത്തുമ്പോൾ മൂത്രം ഒഴിക്കുമ്പോൾ അതിന്റെ രക്തനിറം. ഈ അവസരത്തിലും ഞാൻ ആയുർവേദത്തിന്റെ അവസാന സ്റ്റേജുകൾ പോലെയുള്ള കഷായമസ്തി, ചവിട്ടൊഴിച്ചില്, നല്ലിരിപ്പ് എല്ലാം നടത്തി പൂർണ്ണമായി പരാജയപ്പെട്ടു. ഈ സമയത്ത് ആരും എന്നോട് പറഞ്ഞു, ഇങ്ങനെ പോട്ടാശ്രമത്തില് യേശു ക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അവിടെ സൈമൻ പോയാല് സൈമൻ സുഖപ്പെടും. എനിക്കുണ്ടോ വിശ്വാസം? എനിക്ക് യേശുവിനെ കുറിച്ച് എന്തറിയാം? യേശു സുഖപ്പെടുത്തുന്നവനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യേശു സ്നേഹിക്കുന്നവനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യേശു കാരുണ്യവാനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യേശു പാപങ്ങൾ ക്ഷമിക്കുന്നവനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാ അവിടെ പോകുക? പക്ഷേ ആ മനുഷ്യന്റെ നിർബന്ധ ബുദ്ധിയിൽ ഞാൻ പോട്ടാശ്രമത്തിൽ പോയി ശനിയാഴ്ച ദിവസങ്ങളിൽ ഏകദിന കൺവെൻഷൻ പങ്കെടുത്തു. എന്നിട്ട് കുറെ വചനങ്ങൾ അവർ എഴുതി തന്നതെല്ലാം വായിച്ചു. പ്രിയപ്പെട്ടവരെ, 1989 ഉദ്യോഗസ്ഥന്മാരുടെ
ഒരു ധ്യാനത്തിൽ ഞാൻ സംബന്ധിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടിയില്ല. എന്റെ രോഗങ്ങൾ വീണ്ടും വർദ്ധിച്ചു. എന്റെ വിശ്വാസമുണ്ടോ? എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ടോ? ഏത് പ്രതിസന്ധി വന്നാലും ഉറച്ചു നിൽക്കുമോ? ഇതാണ് ദൈവം നോക്കിയത്. വലത് കൈ ഇൻഫെക്ഷൻ, പിറ്റേ വർഷം ഇടത് കൈ ഇൻഫെക്ഷൻ, പെൻസിലിൻ ഇഞ്ചക്ഷൻ ചെയ്യണം, അതിഭയങ്കരമായ വേദനകൾ. മരിച്ചാൽ മതി എന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു. ഒരു രാത്രി മുഴുവനും ശ്വാസം എടുത്ത് വലിക്കുന്നത് പോലെ അതികഠിനമായ വേദനകൾ. പ്രിയപ്പെട്ടവരെ, ദൈവം എന്നെ സ്നേഹിച്ചു. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇന്ന് രാത്രി മരിക്കണം, അല്ലെങ്കിൽ ഈ നീർക്കെട്ടും വേദനയും മാറണം നേരം വെളുക്കുമ്പോൾ. ദൈവാത്ഭുതകരമായി എന്റെ സ്നേഹപൂർണമായ പ്രാർത്ഥന ദൈവം കേട്ടു. നേരം വെളുക്കുമ്പോൾ നീർക്കെട്ട് മാറി, ക്രമേണ എന്റെ ഗൗട്ട് മാറി, ജോയ്സ് നീർക്കെട്ടുകൾ മാറി, പൂർണ്ണാരോഗ്യം കിട്ടി. അല്ലെങ്കിൽ 30 വർഷങ്ങൾക്ക് മുമ്പ് 30ാം ചർമ്മവാർഷികം എന്ന് എന്റെ ഖബറിടത്തിൽ എഴുതി വെക്കേണ്ടതായിരുന്നു കല്ലറയിൽ. എന്നെ ഈ പ്രായം വരെ ജീവിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം എനിക്ക് വെളിപ്പെടുത്തി തന്നു. എന്തിനാണ് ദൈവം എന്നെ ജീവിക്കാൻ അനുവദിച്ചത്? പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 16-ാമത്തെ വാക്യം, എന്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എന്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. അപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം യേശുവാണ്. യേശുവിന്റെ ശക്തിയാണ്, യേശുവിന്റെ കരുണയാണ്, സ്നേഹമാണ്, വാത്സല്യമാണ്. ആ യേശുവിനെ കുറിച്ച്, ഞാൻ ജീവിക്കാൻ എന്നെ അനുവദിച്ച യേശുവിനെ കുറിച്ച്, എന്നെ സൗഖ്യമാക്കിയ യേശുവിനെ കുറിച്ച് ഞാൻ ലോകം മുഴുവനും പോയി വിളിച്ചു പറയും. യേശു സുഖപ്പെടുത്തുന്ന കർത്താവാണ്. യേശു പാപങ്ങൾ മോചിക്കുന്നവനാണ്. യേശു കരുണാമയനാണ്. യേശു നിന്നോട് നിന്നോട് കരുണ കാണിക്കുന്നവനാണ്. അതുകൊണ്ട് നീ ഏത് രൂപത്തിലായിരുന്നാലും, നീ പാപത്തിന്റെ വഴിയിലാണോ സഞ്ചരിക്കുന്നത്? ഒരു ചിന്തിച്ചു നോക്കിയേ. നിന്നെ ദൈവം വിളിക്കാൻ ഒരുപക്ഷേ ഒരു വേദന, ഒരു സഹനം, ഒരു കുരിശ്, ഒരു തകർച്ച, ഒരു ദുരിതം നിന്റെ ജീവിതത്തിൽ വന്നേക്കാം. അത് ദൈവം കൈവിട്ടതല്ല, ദൈവം നിന്നെ ഉപേക്ഷിച്ചത് കൊണ്ടല്ല, മറിച്ച് ദൈവം നിന്നെ കൈവിടാത്ത ആ സ്നേഹം നിന്നെ പ്രകടമാക്കാൻ വേണ്ടി, ദൈവത്തിന്റെ ശക്തി പ്രകടമാക്കാൻ വേണ്ടിയാണ് നിനക്കൊരു സഹനം വന്നത്, നിനക്കൊരു രോഗം വന്നത്, നിനക്കൊരു വേദന വന്നത്, നിനക്കൊരു തകർച്ച വന്നത്, നിന്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ടായത്. ദൈവസ്നേഹമില്ലാത്തത് കൊണ്ടല്ല, നീ ദൈവത്തിൽ അകന്നു പോയത് കൊണ്ടാണ്. ആ ദൈവത്തിന്റെ സ്നേഹം നിനക്ക് കാണിച്ചു തരാൻ ഇങ്ങനെയുള്ള വഴികൾ ദൈവം ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ തന്നേക്കാം. നീ നിരാശപ്പെടേണ്ട, നീ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവേ, 8 വർഷക്കാലം സന്ധിവാതവും മൂലം മരണത്തോട് മല്ലടിച്ച് എന്നെ ദൈവത്തിന്റെ ശക്തി പ്രകടമാക്കി സുഖപ്പെടുത്തിയ കർത്താവ്, ഈ രാത്രി ഇതുപോലെ രോഗികളായി കിടക്കുന്ന സന്ധിവാതം, ക്യാൻസർ, ഹാർട്ട് രോഗങ്ങൾ, ഓപ്പറേഷന് വിധേയമായി കിടക്കുന്ന രോഗപീഠകൾ, ഇതിന് വിധേയപ്പെട്ട് കഴിയുന്ന, ഒരിക്കലും മാറില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞ രോഗങ്ങൾ, യേശുവേ, എന്നോട് കരുണ കാണിച്ച അതേ കർത്താവ് തന്റെ രക്തം വഴി, തന്റെ നാമം വഴി ഇപ്പോൾ സൗഖ്യപ്പെടുത്തട്ടെ. കിടപ്പ് രോഗികൾ എഴുന്നേറ്റ് നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ഇവർ ദൈവത്തെ സാക്ഷ്യപ്പെടുത്താൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുക. ശെഖിയോൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ ഇവർ ഇടയാകട്ടെ. നിങ്ങൾ കിട്ടിയ സാക്ഷ്യങ്ങൾ ബ്രദറിന് എഴുതി അറിയിക്കുക. ഞാൻ വീഡിയോയിലൂടെ അത് പറയാം. ഹല്ലേലൂയ. അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അട്ടപ്പാടി ശെഖിയോൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് നേർച്ച നേരുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.